everyone, welcome to Delicious Recipes. ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അടങ്ങിയ ഒരു ചെറിയ വ്ളോഗ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന ചില സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒന്ന് പുറത്തു പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങാനായിട്ട്. ഇപ്പോൾ രാവിലത്തെ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് ദോശയും തേങ്ങാ ചട്നിയുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ദോശമാവൊക്കെ ഞാൻ തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തേങ്ങാ ചട്നി ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ചേർത്തത്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതിയാകും. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ അരച്ചെടുത്ത തേങ്ങ ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അല്പം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. 2 ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ചേർത്തത്. 2-3 ഉണക്കമുളകും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു തേങ്ങാ ചട്നിയാണിത്. അങ്ങനെ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. ഇവിടെ മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇഡ്ഡലി എങ്ങനെയാണ് സോഫ്റ്റായിട്ട് തയ്യാറാക്കുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് മാവ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാധാരണയായിട്ട് ഇഡ്ഡലി മാവ് തന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ദിവസം ഇഡ്ഡലി തയ്യാറാക്കും, അടുത്ത ദിവസം ആ മാവ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തത്. ഈ ദോശ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ദോശ തവ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. നെയ്യ് താല്പര്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അല്പം എണ്ണയാണ് ഒഴിച്ചത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓരോ ദോശ ചുട്ട് കഴിയുമ്പോഴും ഈ തവയുടെ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അടുത്ത ദോശ ചുട്ടെടുക്കാനായിട്ട്. ഒരല്പം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദോശ കൂടി ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയും ചട്നിയും ഒക്കെ റെഡിയായി. ഞാൻ കുറച്ച് ഇഡ്ഡലിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. ഞങ്ങൾ മുംബൈയിലെത്തിയ ശേഷം ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞിട്ടും അധികമൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ടാണ് ഒന്ന് പുറത്തേക്ക് പോകുന്നത്. ഇവിടെ ഇപ്പോഴും ലോക്ക്ഡൗൺ തുടരുകയാണ്. ഈ കോവിഡ് കാലം ആയതുകൊണ്ട് റോഡിലൊന്നും അധികം വാഹനങ്ങളൊന്നുമില്ല. മുംബൈ ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എപ്പോഴും തിക്കും തിരക്കുമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ റോഡിലുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ കോവിഡൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്.
ഇനി വേണം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഊണാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് സാമ്പാറും ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും പപ്പടവും മുട്ട പൊരിച്ചതും അച്ചാറുമാണ്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിലാക്കിയിട്ടുണ്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം. കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്താണ് ഇപ്പോൾ ചേർത്തത്. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. 2 വലിയ ബീട്രൂട്ടാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തത്. വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബീട്രൂട്ട് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിനു മുമ്പ് ഞാനൊരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം ഈ ബീട്രൂട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. ബീട്രൂട്ട് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ബീട്രൂട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലെ ഈർപ്പമൊക്കെ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കായം പൊടി കൂടി ചേർക്കാനുണ്ട്. ഈ കായപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാർ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ താളിച്ചത് നമുക്ക് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പപ്പടം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി മുട്ട കൂടി ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഊണിനുള്ള എല്ലാ ഐറ്റംസും റെഡിയാകും. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഊണാണിത്. അപ്പോൾ മുട്ട പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. സാമ്പാറും മെഴുക്ക് പുരട്ടിയും പപ്പടവും ഓംലെറ്റും എല്ലാം തയ്യാറായിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഊണാണിത്. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്